ഗൈസ്, ഞാനൊരു എന്താണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇപ്പോൾ 993K സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുകയാണ്. ഒരു 7000 ആൾക്കാരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനലാവും. ഞാൻ ഈ ഒരു യൂട്യൂബോ ടിക്ടോക്കോ എനിക്കറിയില്ല എന്ത് തുടങ്ങുമ്പോഴും ഇതൊക്കെ നമുക്ക് പോസിബിളാണ്, ഇതൊക്കെ എൻ്റെ ചാനലിൽ നടക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻ. എനിക്ക് ഞാനൊന്ന് എന്താ പറയുക, കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. ആകെ മൊത്തം ഒരു പ്രത്യേക ഫീലിങ്ങിലാണ്. ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് എന്താ പറയുക, ഗുഡ് ഫീൽ ആണോ അതോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ സംതൃപ്തിയാണോ സമാധാനമാണോ എന്താണ് തോന്നുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 മില്യൺ ഇന്ന് ആവുകയാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ വിളിച്ചു നിൽക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണു വന്നു. നമ്മൾ നേരത്തെ ഒരു ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു ഗൂഗിൾ ഫോം, എന്താ പറയുക, ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം. അപ്പോൾ അത് ഒരുപാട് പേര് അറ്റ് എ ടൈം ആക്സസ് ചെയ്തിട്ട് ആ ഫോം വർക്ക് ആവാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിൽ ഞാനൊന്ന് പാനിക്കായിപ്പോയി. കാരണം നിങ്ങളോട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയുകയും ചെയ്തു, എന്നിട്ട് ആ ഫോം ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും വിഷ്ണുവും കൂടെ പെട്ടെന്ന് അതൊന്ന് പോയി നോക്കിയതായിരുന്നു. അത് ഒരുപാട് പേര് അറ്റ് എ ടൈം ഒരു ലിങ്ക് ആക്സസ് ചെയ്യുമ്പോൾ ഹെവി ട്രാഫിക് കാരണം അത് ഓപ്പൺ ആവാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഞാൻ 2-3 തവണ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴേ റെസ്പോൺസസ് വന്നിട്ടുണ്ട് കുറേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2-3 തവണ ട്രൈ ചെയ്ത് അത് പോസിബിൾ ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ 994 ആയിട്ടുണ്ട്. ഇഷ്ടം ഒന്ന് ആവോ നമുക്ക് 1 മില്യൺ? ഞാൻ പുറത്ത് പോയിട്ട് ഒരു ചെറിയ ബലൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേക്കോ ചെറുതെന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി പുറത്ത് പോയ സിറ്റുവേഷനിൽ എങ്ങാനും ആയാലോ എന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് എനിക്ക് പോകണോ വേണ്ടേ, ഇവിടെ ഇരിക്കണോ നിൽക്കണോ കിടക്കണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വിഷ്ണു വന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് 1 മില്യൺ ആവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോകാമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് ചൂടെടുക്കേ എന്തൊക്കെയോ പോലെ ആവുക. വിഷ്ണു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എനിക്ക് തോന്നുന്നു കേക്കോ എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും. ഞാനിവിടെ ഇങ്ങനെ ടി വിയിൽ നമ്മുടെ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. വിഷ്ണു തിരക്കിട്ട് കുറച്ച് ബലൂൺ വാങ്ങിക്കാൻ പോയതല്ലേ വിഷ്ണു? വിഷ്ണു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ 1 മില്യൺ ആവുമെന്ന് വിചാരിച്ചത്. പെട്ടെന്നായി പോയി, കുറച്ച് തിരക്കിലായി. ഞങ്ങൾ രണ്ടുപേരും ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷ്ണുവിന് ഈ ഒരു 99864 അല്ല 650 ആയ സമയത്ത് പറയാനുള്ളത്? ബലൂൺ കളിച്ചോണ്ടിരിക്കുകയാണ്, വളരെ തിരക്കിലാണ്. എന്താണ് പറയാനുള്ളത്? വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? പെട്ടെന്നാവുന്ന ഒരിക്കലും വിചാരിക്കാത്തോണ്ട് വലിയൊരു കാര്യയുടെ പരിപാടികളൊന്നുമില്ല. നിനക്ക് ഞാൻ ഓർഡർ ചെയ്ത ഗിഫ്റ്റ് വരെ മറ്റന്നാളെ എത്തുള്ളൂ. എന്താ ഗിഫ്റ്റ് എന്ന് പറയണം? ഇല്ല, ചൊറിയരുത്, കൈയിളകും. ഇല്ല, മറ്റന്നാളെ കണ്ടാ മതി. ഗിഫ്റ്റ് പറഞ്ഞോളൂ. ഇല്ല, മറ്റന്നാളെ കാണിച്ചുതരാം. എനിക്കിപ്പോ ഗിഫ്റ്റ് ഒന്നുമല്ല പ്രധാനം. അറിയാം, എനിക്കിങ്ങനെ എന്തൊക്കെയോ എന്തപ്പോ ഉണ്ടായത്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കൂട്ടി, എനിക്കറിയില്ല എന്തൊക്കെയോ. എനിക്കിപ്പോൾ പ്രദൂനെയും ഗീതുവിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഉണ്ടായ അടിപൊളിയായാനെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാവരെയും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ദീപചേച്ചിനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. റോസിനെയും അൻഷിഫേനെയും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സന്തോഷം അതേപോലെ വേറെ ആളുടെ സന്തോഷം ആകുമ്പോഴാണല്ലോ അവരും ഭയങ്കര എക്സൈറ്റഡ് ആവുക നമ്മുടെ ഹാപ്പിനെസ്സിൽ. അങ്ങനെ ഇന്ന് എന്നെ മനസ്സറിഞ്ഞ് വിളിച്ച 3 ആൾക്കാരായിരുന്നു. ഒന്ന് റോസും, ഒന്ന് അൻഷിഫയും, ഒന്ന് അപർണയും. അപ്പോൾ ഇവർ 3 പേർക്കും എൻ്റെ ജീവിതത്തിൽ ഇനി പ്രത്യേക സ്ഥാനമുണ്ട് എന്നുള്ളത് ഞാൻ വിഷ്ണുവിനോട് പറയുമായിരുന്നു അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താ ഇമോഷൻ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. വിഷ്ണു പോയിട്ട് ബലൂൺ വാങ്ങിച്ചു കൊണ്ടിരുന്നു, ഒപ്പം ഷാമ്പെയിൻ ബോട്ടിൽ വാങ്ങിയിട്ട് വരുന്നു, പിന്നെ കേക്ക് വാങ്ങിയിട്ട് വരുന്നു. എല്ലാം കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നേരം ഞാൻ കണ്ണെടുക്കാതെ നോക്കിയ വേറെ സ്ക്രീൻ ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറായിട്ട് ഈ ഒരു സ്ക്രീനാണ് എൻ്റെ ടി വിയിൽ.
അങ്ങനെ നമ്മുടെ ചാനല് ഫൈനലി ഇവിടെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്നുള്ളത് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ആഹ്ലാദ പ്രകടനം കാണിക്കാൻ എൻ്റെ ഒന്നുമില്ല. ദേ 1 മില്യൺ എപ്പോൾ ആയോ അപ്പം എന്നെ പ്രതുവും ഗീതും വിളിച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഞാൻ ഈ ഒരു ക്ലിപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് വിഷ്ണു എനിക്ക് 1 മില്യൺ ആയപ്പോൾ ഗിഫ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. മുന്നത്തെ എൻ്റെ കുറേ വീഡിയോ ഒക്കെ റെഫർ ചെയ്ത് കുറച്ച് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയുള്ള ഒരു കുട്ടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, വാണീനെ വെച്ച് എഡിറ്റ് ചെയ്തെടുപ്പിച്ച ഒരു വീഡിയോ ആണിത്. ഹലോ, ഇന്നത്തെ ആഗ്രഹത്തിനും അതേപോലെ തന്നെ പരിശ്രമത്തിന് ശേഷം ഞാൻ എൻ്റെ ഒരു ട്രാവൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 27 ആംസ്റ്റർഡാമിൻ്റെ നെതർലാൻഡ്സിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണെന്ന്. പേര് ട്രാവൽ തനിമലയാളികളാണ്. ഇന്നാണ് കിങ്സ് ഡേ, കിങ് വില്യം അലക്സാണ്ടറുടെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഓറഞ്ച് ഡ്രസ് ആണ്, ഓറഞ്ച് ഹാറ്റ്സ്, ഓറഞ്ച് ടീഷർട്സ്, ഓറഞ്ച് ഗ്ലാസസ്. സോ നമ്മൾ രണ്ടുപേരും ഒരു ഓറഞ്ച് ടീഷർട്ട് ഒപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു ഷോ യുവർ കോസ്റ്റ്യൂം. ഹോളണ്ട് അപ്പം അത് നമ്മൾ ഇംപ്രോബിൾ അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്നൊരു കാര്യമാണ് നീ ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. സോ ഈ മൊമെന്റ് മാക്സിമം എൻജോയ് ചെയ്യാം. അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് നിൻ്റെ ഈ ജോബിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പം ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ കുറേ പുതിയ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യണം. അടിപൊളിയായിരിക്കണം. സോ ഇപ്പോൾ കൺഗ്രാറ്റ്സ്, ജസ്റ്റ് എൻജോയ്, പൊളിക്ക്. ഞാൻ തന്നെ ചെയ്തതാ. അല്ല, പറ വിഷ്ണു, ആര് ചെയ്തോ? എന്താ കാരണം ഞാൻ ചെയ്തല്ലാന്ന് പറയാൻ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എൻ്റെ എല്ലാ വ്ളോഗും തന്നെ ചെയ്യണം. പറ, ഞാൻ ചെയ്താളൂ. പറയൂ. വാണി ആണോ? അയ്യോടേ. സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോണതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, അധികം തവണ വീഡിയോയിൽ പറയുമ്പോഴും ഞാൻ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ ഇതാണ് പറയാൻ പോകുന്നത്, ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു പറയുന്ന ഒരു മാപ്പ് എന്നുള്ളത്. ഇതിൽ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം ഇന്ന് ഞാൻ 1 മില്യൺ അടിക്കുന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ടായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഞാൻ അധികം നാട്ടിൽ പോകുമ്പോൾ 1 മില്യൺ അടിക്കുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്ത് വെച്ചിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ. ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റന്നാളായിരുന്നു, ഓഗസ്റ്റ് 8-ാം തീയതി. 9-ാം തീയതി ഞാൻ നാട്ടിലെത്തുന്നത് പോലെ. പക്ഷേ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരിക്കലും ഞാൻ ഓഗസ്റ്റ് 8-നുള്ളിൽ ഞാൻ 1 മില്യൺ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. എനിക്കെപ്പോഴും 1 മില്യൺ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് വിഷ്ണുവിൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സൂപ്പർ ആയതുകൊണ്ടല്ല, എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇനി എത്ര തവണ പറയാൻ മടിയില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്നും അല്ലാത്ത സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഒരിക്കലും നമ്മൾ മറക്കരുത്. അതിപ്പോൾ വിഷ്ണു ഹസ്ബൻഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വിഷ്ണു ലൈഫ് പാർട്ട്ണർ ആയതുകൊണ്ടോ ഒന്നുമല്ല. വിഷ്ണു എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഞാൻ ബാംഗ്ലൂർ ജോലി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ചെറിയ റേ ഓഫ് ഡിപ്രഷനൊക്കെ വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയാത്തൊരു സമയം. അന്ന് ഹോബിയായി തുടങ്ങിയതാണ് ടിക്ടോക്ക്. ഡെയിലി ഞാൻ ടിക്ടോക്ക് ചെയ്യുക എന്നുള്ളത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതൊക്കെ മുന്നേ പറഞ്ഞ കഥകളാണ്, നിങ്ങൾക്ക് തന്നെ കേട്ടും എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ രാത്രി ഒളിച്ചും പാത്തും ഒരു 12 മണി തൊട്ട് രാവിലെ 4 മണി വരെയൊക്കെയാണ് ട്യൂബ് ലൈറ്റിനടിയിൽ നിന്ന് റൂമിൽ നിന്നും കൊണ്ടാണ് ഞാൻ ടിക്ടോക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവസം 20-25 വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. 25 വീഡിയോ ദിവസം പോസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഭയങ്കര ഒരു ഇഷ്ടം ഈ ഒരു കാര്യത്തിനോടുണ്ടായിരുന്നു. വീട്ടിൽ ഭയങ്കര അഗെയിൻസ്റ്റ് ആയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് എന്താ പറയുക, കല്യാണ ആലോചനകളിൽ ഭയങ്കര പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാവത് കാരണം ഒരുപാട് കല്യാണാലോചന മുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ നിർത്താൻ കർശനമായ നിയമങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അതിൻ്റെ പേരിൽ കണ്ടിന്യൂ ചെയ്ത് പോയതായിരുന്നു. ലേറ്റർ വിഷ്ണുവിനെ പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് വിഷ്ണുവിന് ടിക്ടോക്ക് എന്താണെന്ന് പോലും അറിയില്ല. കാരണം ഇപ്പോഴും വിഷ്ണുവിൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒന്നുമില്ല. അപ്പോൾ അന്ന് ഒന്നും അറിയാതെ പോലും, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ പോലും എനിക്ക് ഫോൺ വാങ്ങിച്ചിട്ടും സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് വിഷ്ണുവാണ്.
അത് വിഷ്ണുവിൻ്റെ അതേപോലെ തന്നെ വിഷ്ണു എനിക്ക് ഫിസിക്കൽ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷെ വിഷ്ണുവിൻ്റെ അതേപോലെ ഞാൻ ടിക്ടോക്ക് ചെയ്യുന്ന സമയം തൊട്ടേ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോടും കൂടെ എൻ്റെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ ഈ ഒരു താങ്ക്സ് പറയാതെ എൻ്റെ ഈ ഒരു 1 million കംപ്ലീറ്റ് ആവില്ല. ഞാൻ റീസെൻ്റായിട്ടും കൂടെ ബാക്കിൽ നിങ്ങൾ ഐപാഡിൽ വരുന്ന വോയിസ് ആണ് കേട്ടോ കേൾക്കുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്ന ആൾക്കാർ എന്നെ നമ്മുടെ 1 million സെലിബ്രേഷൻ്റെ പാർട്ടായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ഈ ഒരു സന്തോഷം എനിക്ക് അറിയിക്കണം. ഇപ്പോൾ ടിക്ടോക്കിൽ തൊട്ടിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലും ചില ആൾക്കാരുണ്ട്. ചില അക്കൗണ്ട്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയുക, നന്ദിയല്ല സ്നേഹം. കാരണം നന്ദി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ആരെങ്കിലും ചെയ്തു തന്നതാണെങ്കിലല്ലേ നന്ദിയാവുക. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്, ഒപ്പം നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ നന്ദിയും സ്നേഹവും ഒരുപോലെ രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ചാനലിൽ ഇതുവരെ ഞാൻ ഒരു നമ്പറും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാൻ 100K ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ ഞാൻ ഒരു സമയത്ത് നാട്ടിലാവും തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഞാൻ വിഷ്ണുവിൻ്റെ ഒപ്പം ആവില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇന്നാലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് തുടങ്ങിയത് നാട്ടിൽ നിന്നാണ്, 100K നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ചിലപ്പോൾ 1 million ആവുകയാണെങ്കിൽ അതാവാനുള്ള ചാൻസും നാട്ടിൽ നിന്നായിരിക്കും. അതായിരിക്കും ഒരു തല വരാന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അതിന് എത്രയോ മുന്നേ ആയി. ഞാൻ ഒരാഴ്ച എൻ്റെ യാത്ര നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഏകദേശം ഒരു 5-6 ദിവസത്തിലാണ് ഞാൻ ഇനി ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഒരു നമ്പേഴ്സും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 100K ആവുന്ന സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ അൺബോക്സ് ചെയ്തത് ഒരു ഹാലോവിൻ ബർത്ത്ഡേയിലായിരുന്നു. അന്ന് സിൽവർ പ്ലേ ബട്ടണിൽ തന്നെ മലയാളി എന്നൊക്കെ എഴുതി കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തുടങ്ങിയത് എവിടെയാണ് സിൽവർ പ്ലേ ബട്ടൺ. യൂട്യൂബ് നമുക്കതിൽ തന്നെ മലയാളി എന്ന പേരൊക്കെ എഴുതി അയച്ചാൽ നമ്മൾ ചൂസ് ചെയ്തൊരു പേര് എല്ലാവരും എഗെയിൻസ്റ്റ് ആയപ്പോൾ നമ്മൾ ചൂസ് ചെയ്തൊരു പ്രൊഫഷനിൽ നമ്മൾ അതുവരെ എത്തുക എന്നുള്ളത് എന്നെപ്പോലത്തെ ഒരു നോർമലായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറിലി ഒരു കാര്യത്തിലും ഒരു കഴിവുള്ള ആളൊന്നുമല്ല. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യം ചെയ്യാൻ മാത്രം ശ്രമിക്കുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന സാധാരണക്കാരായിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തൊരു കാര്യം തനി മലയാളി എന്ന് പറയുന്ന ഒരു സിൽവർ പ്ലേ ബട്ടണിൽ എഴുതി വരിക എന്നുള്ളതൊക്കെ എനിക്ക് അന്ന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, സങ്കടം, എന്തൊക്കെയൊക്കെയോ മിക്സ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അന്ന് ചില ആൾക്കാർ എൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുമായിരുന്നു, ഇനി 1 million അടിക്കട്ടെ എന്ന്. എനിക്കിതൊരു തമാശയായിരുന്നു കേട്ടോ. കാരണം 1 million എന്നുള്ളതൊക്കെ എന്നെപ്പോലത്തെ ഒരാൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്ലോലി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെക്ക് വന്നു ചേർന്നതാണ് ഈ ഒരു കാര്യം. ഞാൻ ഇടയിൽ ഓരോരോ നമ്പേഴ്സിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ 500 ആയി, 600 ആയി, 700 ആയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, വിഷ്ണു ഒരു ഡൈ ഹാർട്ട് വിരാട് കോഹ്ലി ഫാനാണ്. അപ്പോൾ ചില ആൾക്കാരുടെ ചില സെൻറ്റൻസൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയില്ലേ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരിക്കലും നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് എല്ലാം നമ്മുടേക്ക് വന്നു വരുന്നുള്ളത്. ഇതിപ്പോൾ പറഞ്ഞതാണ് വിഷ്ണു വിരാട് കോഹ്ലി. അല്ല പറ, എപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. ഇതെല്ലാം എന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇറ്റ്സ് ഓക്കെ ടു ബി ഇമോഷണൽ. എപ്പോഴെങ്കിലും നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കരയുന്നുണ്ട്, ഇമോഷണൽ ആവുന്നുണ്ട് അല്ലേ, അത്രയേ ഉള്ളൂ. എനിക്കിതൊന്നും പറയാനില്ല. ഡു യു വാണ്ട് ടു സേ സംതിങ്? എന്താണ് നിന്റെ ഭയങ്കര അടിപൊളി ഒരു അച്ചീവ്മെന്റ് ആണ്. ഐ ആം വെരി ഹാപ്പി. ഇതിപ്പോ ഒരു എന്റെ മാത്രമല്ല നമ്മുടെ അച്ചീവ്മെന്റ് ആണ്. അല്ല അങ്ങനല്ല, ലൈക്ക് ഞാനിത് കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ്, പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ജേണി ചെയ്തത് നീ തന്നെയാണ്, ഞാനല്ല. അതിലെ പ്രശ്നങ്ങളും എൻ്റെ സക്സസ്സും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും എല്ലാം നീ തന്നെയാണ് ചെയ്തത്. കാരണം നമ്പർ 1 എനിക്കത് പറഞ്ഞു തരാനുള്ള സ്കിൽ എൻ്റെ അടുത്തില്ല. നിനക്ക് എവിടെയൊക്കെ സപ്പോർട്ട് വേണോ അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിൻ്റെ ഒരു ജേണിയാണ്, ഇത് നിൻ്റെ സക്സസ് ആണ്. അപ്പം അത് കാണാൻ പറ്റും. ഇത് ഫൈനൽ സക്സസ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അല്ല, ഇതൊരു എല്ലാം ഒരിക്കലും നമ്മൾ ഒരു എന്താ പറയുക,
ഒരു എൻഡിൽ എത്തുമ്പോഴല്ലോ സക്സസ്. ഓരോ ജേർണീൻ്റെ ഓരോ പിറ്റ് സ്റ്റോപ്പ് ഒരു സക്സസ് ആണ്. അങ്ങനെ ഇതൊരു പിറ്റ് സ്റ്റോപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു അത്യാവശ്യം നല്ല പിറ്റ് സ്റ്റോപ്പ്, ഒരു കുറേ കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ചിട്ട് എത്തുന്ന ഒരു പിറ്റ് സ്റ്റോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്, ഇപ്പോൾ നിൻ്റെ ചാനലിൽ ലൈക്ക് അത്യാവശ്യം ആൾക്കാരെ ഒരു റാൻഡം വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എവറി നൗ ആൻഡ് ദെൻ നീ കുറച്ച് ക്രിയേറ്റീവ് ആവാനും ആൾക്കാർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവാനും ഒക്കെ നീ ട്രൈ ചെയ്യാറുണ്ട്. അതിനകത്ത് സോഷ്യൽ സർവീസ് ചാനലാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നീ എല്ലാ ആസ്പെക്റ്റും ചിന്തിക്കാറുണ്ട്. എങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ച് നിൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ വേറെ ആൾക്ക് പറഞ്ഞെടുക്കാൻ ട്രൈ ചെയ്യാം. മേ ബി അത് വേറെ ആൾക്ക് യൂസ്ലെസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും അങ്ങനത്തെ കുറേ വേരിയേഷൻസ് ഉള്ളൊരു ചാനൽ പോലെ നീ ട്രൈ ചെയ്യാറുണ്ട് നിൻ്റെ ചാനലിനെ. അല്ലാതെ ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുല മാത്രം വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നൊരു ആളല്ല നീ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കിട്ടിയൊരു സക്സസ് ആണ്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഇതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാത്രേ ഉള്ളൂ. വീണ്ടും പറയുന്നു, നമ്പേഴ്സിനെ പറ്റി ആലോചിക്കേണ്ട, ജസ്റ്റ് ഡു തിങ്സ് വിച്ച് യു ലൈക്ക്, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ചാനൽ നമ്പർ സംസാരിക്കുന്നില്ല ഈ പറഞ്ഞതുപോലെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ 1 മില്യൺ എന്ന് പറഞ്ഞത് എൻ്റെ തല ഇവിടെയാണെങ്കിൽ ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എവിടെയോ നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ തനി മലയാളി ചാനൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ 1 മില്യൺ എഴുതി കാണിക്കുമ്പോഴുള്ള ഇമോഷൻ, ഇതെൻ്റെ മാത്രം സക്സസ് അല്ല. നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയിലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില വീഡിയോയിലൊക്കെ എനിക്ക് വരുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി മെമ്പർ കമൻറ്റ് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ പല ആൾക്കാരും അതിൽ വന്ന് കമൻറ്റ് ചെയ്യാറ്. അതും നല്ല, അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ഞാൻ ചെയ്തെടുത്തു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു. ഞാനായിട്ട് നിന്നു, നിങ്ങളായിട്ട് നിന്നു, നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ഒരു കാര്യം ചെയ്തെടുത്ത് അത്രയേ ഉള്ളൂ. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. ഇത് എൻ്റെ ഒരു താങ്ക് യു സോ മച്ച്. ഏത് സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ഒപ്പം നിന്ന് മാത്രമാണ് എനിക്കത് കംപ്ലീറ്റ് ആയൊരു ഫീൽ വരാറ്. ഈ ഒരു സമയത്ത് നമുക്ക് 1 മില്യൺ ഹിറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല. പിള്ളേർക്കെല്ലാം തന്നെ വെക്കേഷൻ ആവുകൊണ്ട് ഇവിടെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും റോഡ് ട്രിപ്പിലും കാര്യങ്ങളും. ദീപ ചേച്ചി ഇന്ത്യയിലാണ്, അപ്പോൾ എല്ലാവരും പല പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും വരാനായിട്ട് പറ്റിയിട്ടില്ല. അൻഷിഫിയും റോസും നീലിമയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വന്നത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഞാനും വിഷ്ണുവും കൂടെ 1 മില്യൺ നോക്കി സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എന്നാലും ഈ പറഞ്ഞതുപോലെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും വന്ന് അവരെടുത്ത ഈ ഒരു എഫേർട്ട്, അതും കൂടെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ വളരെയധികം മനസ്സറിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ച് എൻ്റെ ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ് തന്നെ ഞാൻ 1 മില്യൺ ആവാൻ പോകുന്നതിന് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലൈഫിൽ അത്രയും ഒരു സ്പെഷ്യൽ ഇത് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ, ഒരുപാട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് 1 മില്യൺ ആവൂലേ, നാളെ 1 മില്യൺ ആവൂലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിനോട് നിങ്ങൾക്ക് ഉള്ള ഒരു താല്പര്യമാണ് എനിക്കതൊന്ന് മനസ്സിലായിട്ടുള്ളത്. ഓരോരുത്തരുടെ പേര് എനിക്കിവിടെ എടുത്തെടുത്ത് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എനിക്ക് തരാനായിട്ട് പറ്റില്ല, പക്ഷേ ഞാൻ തന്നതായിട്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വിചാരിക്കുക. വൺസ് അഗെയിൻ എല്ലാവരുടെ അടുത്തും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വിഷ്ണു എനിക്ക് തന്ന കിടിലുമായിട്ടുള്ള ഗിഫ്റ്റ് എനിക്ക് എല്ലാവരും ഒന്ന് കാണിക്കണം തോന്നി കേട്ടോ. കാരണം ആ ഗിഫ്റ്റ് അത്രയും അടിപൊളിയായിരുന്നു. ഒരു കാര്യം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെയല്ലല്ലോ, ഇതൊരു പ്ലാൻ ചെയ്തിട്ട് വിഷ്ണു തന്ന ഈ ഒരു ഗിഫ്റ്റ് വാണിയുടെ ഹെൽപ്പോട് കൂടെ എനിക്ക് ഈ ഒരു ദിവസം എനിക്ക് വേറെ ഒന്നും ഇനി വേണ്ട. കാരണം 1 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കല എനിക്ക്
ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിഷ്ണു തന്ന ആ ഒരു വീഡിയോ ഗിഫ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ മനസ്സ് ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു. ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടത്. ഇത് എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഡൈസൺ എയർ റാപ്പാണ്. ഞാൻ വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിങ്ങനെ കൺഫ്യൂഷനായിട്ട് കുറച്ച് ദിവസം റിവ്യൂ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വിഷ്ണു ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നത്. ഈ ഒരു രാത്രി ഗിഫ്റ്റൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായിരിക്കും ഇത്. ഈ ഒരു യാത്രയിൽ എൻ്റെ ഒപ്പം നിന്ന ഓരോ ആൾക്കാരെയും ഞാൻ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ചളാക്കുന്നില്ല. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനുണ്ട്. ഇതൊന്നിൻ്റെ ഒരു അവസാനമല്ല, ഇതൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി കൂടുതൽ നല്ല വീഡിയോസായിട്ടും കൂടുതൽ നല്ല കാര്യങ്ങളായിട്ടും മുന്നോട്ട് പോകും തോറും കാണാം. എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു ഇൻട്രോ സോങ് ഞാൻ 1 മില്യൺ ആകുമ്പോൾ ഇറക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിൻ്റെ പണി തീർന്നിട്ടില്ല. കാരണം ഞാൻ അതിൻ്റെ സോങ് ഡിസൈൻ ചെയ്യുന്ന പുള്ളി ഇപ്പോൾ വെക്കേഷനിൽ പോയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിൽ പോയി വന്നതിന് ശേഷം വേണം ആ ഒരു പരിപാടി തീർക്കാനായിട്ട്. ആ ഒരു ഇൻട്രോ സോങ് അധികം വൈകാതെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. എന്തായാലും വീണ്ടും കാണുന്നവരെ ടാറ്റാ.